ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് വണ്ടി നിർത്താനാണ്, ബ്രേക്ക് ചെയ്ത് നിർത്താനാണ്. ബ്രേക്കിംഗ് ആണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നിർത്താൻ പറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുക എന്നുള്ള ഓടിക്കാനല്ല, അത് നിർത്താനാണ് പഠിക്കുന്നത്. ബ്രേക്കിംഗ് ആണ് ആദ്യം പഠിക്കുന്നത്. അതേപോലെ നീന്തൽ പഠിക്കുന്ന ആളും ഫസ്റ്റ് നീന്തി അങ്ങ് പോവല്ലേ ചെയ്യുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനാണ് പഠിക്കുന്നത്, മുങ്ങിപ്പോകരുതല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം കുറച്ച് വീഡിയോസ് ചെയ്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഇൻസ്പയർഡായിട്ട് കുറേ ആൾക്കാർ വിളിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ ഇതേപോലത്തെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ഷെയർ മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നെഗറ്റീവ് കാര്യങ്ങൾ അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് മെസ്സേജുകളാണ്. കുറേ SMS നമ്മുടെ മൊബൈലിലേക്ക് വരും. ആ SMS എങ്ങനെ അവർക്ക് നമ്പർ കിട്ടുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര അത്ഭുതമായ കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോൾ, ഒന്നെങ്കിൽ മണി കൺട്രോളിലൊക്കെ എസ്പെഷ്യലി അവിടെ കയറുമ്പോഴത്തേനും ഒക്കെ ഫ്രീ സൈറ്റാണല്ലോ, ഒരുപാട് പരസ്യങ്ങളുണ്ട്. ഈ ചില പരസ്യങ്ങളിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് നല്ല ഷെയറുകൾ റെക്കമെൻഡ് ചെയ്ത് തരാം, 1 മാസത്തേക്ക് ഫ്രീ ആണ്, ഒരാഴ്ചത്തേക്ക് ഫ്രീ ആണ്, അപ്പോൾ ഒന്നുമില്ല, ഫ്രീ ആണ്, നിങ്ങളുടെ ഡേറ്റാസ്, നിങ്ങളുടെ പേര്, നെയിം, മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് സൈനപ്പ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. നമ്മളതിൽ വേറെ ഒന്നും വിചാരിക്കില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈനപ്പ് ചെയ്യും. കാരണം ഡേറ്റാസ് ഫ്രീ കിട്ടുന്നതാണല്ലോ, ഇത് നല്ലതാണ്, എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഡേറ്റാസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന കമ്പനി വേറെ കമ്പനികൾക്ക്, ഫ്രോഡ് കമ്പനികൾക്ക് നമ്മുടെ ഡേറ്റാസ് വിൽക്കും. അങ്ങനെ നമ്മൾ ഒരിടത്ത് രജിസ്റ്റർ ചെയ്താൽ മതി, നമ്മുടെ എല്ലാ കാര്യങ്ങളും വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യും. പല സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് SMS, മെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ചില സ്റ്റോക്കുകൾ വാങ്ങാൻ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ മണി കൺട്രോളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഇതായിരിക്കും കാണിക്കുന്നത്. ചിലത് ഫണ്ടമെൻ്റലി വളരെ വീക്കായിരിക്കും, അതായത് ക്യാപിറ്റലൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ് ഈ മൈക്രോ ക്യാപ്പ് പോലെയുള്ള വേറെ 100 കോടിക്കും താഴെ 8 കോടി, 9 കോടി, 98 കോടി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതുപോലെ വളരെ ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞ കമ്പനികളായിരിക്കും. പിന്നെ അവരുടെ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോക്കറ്റ് വിട്ട പോലെ വളരെ ഉയരത്തിലേക്ക് ചെറിയ സമയത്തിനുള്ളിൽ പോകും, അവിടുന്ന് അതിലും വേഗത്തിൽ താഴേക്ക് വരും. ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും അവരുടെ ഗ്രാഫുകൾ കാണാൻ പറ്റുക. ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്, ഗ്രാഫുകൾ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും SMS വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. മെസ്സേജാണ്, ബിഹേവിയർ ഓഫ് ദ കമ്പനീസ് ബീയിങ് പ്രൊമോട്ടഡ് ബൈ SMS ടിപ്സ് ഫ്രം അൺനോൺ സോഴ്സസ്. അപ്പം മോഹിത് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരെണ്ണം, സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ്, സ്വദേശി ഇൻഡസ്ട്രീസ്, യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ആഡ്സ് മോട്ടോർ ഫിനാൻസ് ലിമിറ്റഡ്, അപ്ലയാസ് ക്രിയേഷൻസ് ലിമിറ്റഡ്, കൽപ്പ കൊമേഴ്ഷ്യൽ ലിമിറ്റഡ്, ശ്രീകൃഷ്ണ പ്രസാദം, സൺസ്റ്റാർ റിയാലിറ്റി, ആം ലിമിറ്റഡ്, VC പാൾ ലിമിറ്റഡ്, EML. ഇത്രയും കമ്പനികളുടെ മെസ്സേജാണ് വന്നേക്കുന്നത്. ഇനി ഇവരുടെ SMS വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് SMS. HP എന്നും പറഞ്ഞിട്ടൊരു സംഭവം, HP. അത് അവർ മേടിക്കാൻ പറഞ്ഞേക്കുന്ന സാധനം സാൻവാക്ക ബിസിനസ് മാക്. അതിൻ്റെ ഒന്നല്ല, ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് അവരുടെ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത്ര എണ്ണം ബൈ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. EML, ആംസൺ, EML നമ്മളിവിടെ കണ്ടായിരുന്നു, ആംസൺ, അങ്ങനെ വന്നിട്ടുണ്ട്. ഒരേ സോഴ്സിൽ നിന്ന് തന്നെ പല എണ്ണം. ഇവിടെ EML ബൈ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പ് SMS ലാസ്റ്റ് കണ്ടാണ് EML ബൈ ചെയ്യാൻ പറഞ്ഞിട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഷെയർഖാൻ എന്നൊക്കെ തോന്നുന്ന പോലെയാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. അത് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്, ഫണ്ണി സോഫ്റ്റ്വെയർ ലിമിറ്റഡ്, അവരുടെ കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇത്ര എണ്ണം വാങ്ങണം എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഫ്രോഡ് മെസ്സേജാണ്. ഇതിലൊന്നും
സാൻവാഗ, പിന്നെ സൺ സ്റ്റാർ റിയാലിറ്റി, പല സോഴ്സിൽ നിന്ന് തന്നെ ഒരേ SMS വന്നേക്കുവാണ്. അതും സാൻവാക്കയാണ്. സാവാക്ക ബിസിനസ് മെഷീൻസ്. ഏത് കമ്പനിയാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഉണ്ട്, തട്ടിപ്പിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതേപോലത്തെ കമ്പനികളൊക്കെ. ഇത് അവർ ഒരുപാട് മെസ്സേജ് പലയിടത്തുനിന്ന് അയച്ചിട്ടുണ്ട്. സാവാക്ക എന്ന് പറയുന്ന കമ്പനി. ഇത് എജക്റ്റ മാർക്കറ്റിംഗ്. എജക്റ്റ നമ്മുടെ വാട്സപ്പ് മെസ്സേജിലുണ്ട്. എജക്റ്റ മാർക്കറ്റിംഗ് അവരുടെ വന്നേക്കുന്ന പ്രോഫിറ്റ് ഗുരു, സെബി രജിസ്റ്റേർഡ് അഡ്വൈസറാന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. ഷെയർഖാൻ, ജിയോജിത്ത് അവരുടെയൊക്കെ പേരിനോട് സാമ്യമുള്ള പേരിലായിരിക്കും മെസ്സേജ് വരിക. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ. ഇതേതാണ് എജക്റ്റ മാർക്കറ്റിങ്ങിൻ്റെ. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമ്മൾ വാട്സപ്പ് മെസ്സേജ് കണ്ടതുപോലെ വാട്സപ്പ് മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് എൻ്റെ ബ്രോക്കറായ ജിയോജിത്തിലെ മാനേജറാണ് അയച്ചു തന്നെ. പിന്നെ അതിന് മുമ്പ് തന്നെ ആ മെസ്സേജ് ഫ്രണ്ട്സുകൾ അയച്ചു തന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉള്ളൊരു കമ്പനിയാണ് ആൽസ് വാട്ടർ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ അടുത്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഒരുപാട് സമയമാവുമല്ലോ. ഒരു കമ്പനിയുടെ, അപ്പം ഈ ആൽപ്സിൻ്റെ ഒരു വർഷത്തെ ഗ്രാഫാണിത്. അതിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 40ൻ്റെ അടുത്ത് 33, 35, ഇവിടെയൊക്കെ 39 വരെ കയറിയിട്ടുണ്ട് ഇവിടെ ഈ ഹൈറ്റിൽ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ഈ ഷെയർ താഴേക്ക് പോയത്, ഇതിങ്ങനെ താഴേക്ക് പോകുന്ന 12, 8 രൂപ, 7 രൂപ, 7 രൂപ 40 പൈസ, അങ്ങനെ ഈ ഷെയർ താഴേക്ക് പോകുന്നു. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഇതുപോലെ തന്നെ ഇത് താഴേക്ക് പോയിട്ട് പിന്നെ കയറി വന്ന ഷെയറാണ്. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും 7ൽ നിന്ന് ഇത് വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. 14 ഇവിടെയൊക്കെ ഒരു ചെറിയ പ്രോബ്ലങ്ങൾ ഇങ്ങനെ ഒക്കെ കയറുന്നുണ്ട്. ഇപ്പോൾ ഇത് 27.2ലാണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒള്ളി സെല്ലേഴ്സ് നമുക്ക് കാണാനുള്ളൂ. കണ്ടിന്യൂസ് 3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ഒള്ളി സെല്ലേഴ്സ് ഉള്ളൂ. ഒള്ളി സെല്ലേഴ്സ് വന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് 27.75 ഇങ്ങനെ ആ ഒരു ലെവൽ എത്തി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒള്ളി സെല്ലേഴ്സ് മാത്രമായി ഈ സ്റ്റോക്ക് ഇങ്ങനെ താഴാൻ തുടങ്ങി. ഇതിവിടെ എങ്ങും നിൽക്കില്ല, ഇതിങ്ങനെ താഴെ വരും. ഇങ്ങനത്തെ സ്റ്റോക്കുകളാണ്. ഇതിനാണ് അവർ ബൾക്ക് SMS യൂസ് ചെയ്യുന്നത്. ബൾക്ക് SMS എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് ഇത് താഴേക്ക് വരുന്ന കണ്ടല്ലോ, ഇതിങ്ങനെ താഴേക്ക് വരാൻ തുടങ്ങി. ഇവിടെ കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈ പോയിൻറ്റ്സിൽ കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തവരല്ല ഇത് താഴേക്ക് വരുന്ന കണ്ടിട്ട് വിൽക്കും. ഇവർ വിറ്റ് ഈ താഴെ ഈ പൊസിഷനിലൊക്കെ എത്തുമ്പോഴത്തേനും വാങ്ങാൻ പോലും ആളുണ്ടാവില്ല. വാങ്ങാൻ ആളില്ലാതെ ഈ പൊസിഷനിലൊക്കെ എത്തുമ്പോഴത്തേനും ഇതിൻ്റെ അത് നെറ്റ് ശകലം പ്രോബ്ലമാണ്. അതുകൊണ്ട് അത് 1 ഡേയിലേക്ക് പോയി. ഒരു ദിവസത്തെ പെട്ടെന്ന് വന്നായിരുന്നു, നമുക്ക് കാണാമായിരുന്നു. നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഒരു വർഷത്തെ എടുത്തിങ്ങനെ വെച്ചേക്കുവാണ്. കാരണം ഒരു ദിവസത്തെയും ഒരു മാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ എളുപ്പമായിരുന്നു. പക്ഷേ അതിങ്ങനെ കിടന്ന് കളിക്കുവാണ്, രക്ഷയില്ല. ഓക്കെ, അത് ഒരു ദിവസത്തേക്ക് വന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു വർഷത്തെ നമ്മൾ എടുത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് അത് വീണ്ടും കയറി. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഈ സാധനം ഇവിടെ വാങ്ങുന്ന ബിഗ് ഫിഷ് എന്ന് നമ്മൾ പറയുന്ന, അതായത് വലിയ അഗ്രഗണ്യന്മാരായിരിക്കും മാർക്കറ്റിൽ. വലിയ അഗ്രഗണ്യന്മാർ, നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ 8 രൂപ, 7 രൂപ റേഞ്ചിലൊക്കെ ഈ ഷെയർ വാങ്ങുന്നത്. ഇവരങ്ങോട്ട് വാങ്ങിയെടുക്കുമ്പോൾ ആരുടെ പൈസ നഷ്ടപ്പെടുന്ന ഈ പൊസിഷനിലൊക്കെ, ഈ ഹൈറ്റിലൊക്കെ നിക്ഷേപിച്ചിട്ട പൈസയാണ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ താഴ്ന്ന് കണ്ടിട്ട് എങ്ങനെയും വിറ്റാൽ മതി എന്നുള്ള ഒരു സ്റ്റേജാകും അവർക്ക്. കാരണം അന്നേരം ഒള്ളി സെല്ലേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ, ബയ്യേഴ്സ് ഒന്നും ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ബയ്യേഴ്സ് വരും വല്ലപ്പോഴും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവർക്ക് ഇതെങ്ങനെയും വിറ്റാൽ മതി എന്നേ ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് വാങ്ങാതിരിക്കും, ആൾക്കാർ വാങ്ങാതിരിക്കും. ഈ ഷെയറിൻ്റെ വില ഡെയിലി ഒരു 5% വെച്ചിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നതാണ് ഇതിൽ കാണുന്നത്. ഈ പൊസിഷനെ ഓർക്കുക, ഈ പൊസിഷന് ഒള്ളി സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ബയ്യേഴ്സ് ഒന്നുമില്ല. അങ്ങനെ ഇവിടെയൊക്കെ ചെറിയ ഒരു ഹൈറ്റ്സ് കാണുന്ന ചെറിയ ബയ്യേഴ്സ് വരുന്നതാണ്. അന്നേരം വന്ന് നോക്കുന്നതാണ്, താന്നിരിക്കുക, ചിലപ്പോൾ ഉയരുമോ എന്നൊക്കെ ഉള്ളത്. അവരൊക്കെ ലക്കുള്ളവരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പൊസിഷനെത്തി ഒരു 7 രൂപ ഒക്കെ എത്തുമ്പോഴത്തേനും അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്.
അവിടെ നിന്നാണ് ഈ ബിഗ് ഫിഷ് ഈ ഷെയർസ് വാങ്ങുന്നത്. ഒന്നെങ്കിൽ ആ കമ്പനിയുടെ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. ഇവർ വാങ്ങുമ്പോൾ ഇവർ വന്നിട്ട് ബൾക്കാണ് വാങ്ങുന്നത്, കോടികൾക്ക്, ലക്ഷങ്ങൾക്കും കോടികൾക്കുമാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുമ്പോഴത്തേന് ഈ ഷെയർ ഉയരാൻ തുടങ്ങും. ഇവിടെ എത്തി 9, 14 രൂപ, 16 രൂപ, ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഈ സാധനം ഉയർന്നു. ഉയർന്ന് ഈ ഒരു 14 ഈ ഒക്കെ റേഞ്ചിലെത്തുമ്പോഴത്തേനും ഇവർ SMS വിടാൻ തുടങ്ങും. കാരണം 7 രൂപയ്ക്ക് വാങ്ങിയത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് 14 രൂപ, അതായത് ഡബിളായി, ക്യാഷ് ഡബിളായി. ഇവർ ലക്ഷങ്ങൾ കൊടുത്താണ് വാങ്ങുന്നതെന്ന് ഓർക്കുക. ഒരുപാട് ബൾക്കുണ്ട്. ഈ സമയത്ത് ഇവർ SMS പാസ് ചെയ്യും. ഈ SMS വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതെടുത്ത് നോക്കുമ്പോഴത്തേനും ഓക്കെ, ഒരു കമ്പനിയുടെ ഷെയർ വളരെ താന്നിട്ട് പിന്നെ അത് ഉയരാൻ തുടങ്ങി. നമ്മൾ ഓർക്കും ഇത് വീണ്ടും ഉയർന്നേക്കും, 14 അല്ല, ഇതിൻ്റെ അപ്പുറം ഇത് ഉയർന്നേക്കാം. കാരണം ഉയരുന്ന ഒരു ട്രെൻഡാണ്. 30, 40ൻ്റെ മുകളിൽ നിന്ന് വന്ന സാധനമാണ്. 40 വരെയൊക്കെ ഉയർന്നേക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 14 രൂപയ്ക്ക് മേടിച്ചാലും ഒരു 10, 30 രൂപയോ 40 രൂപ ഉയർന്നു കഴിയുമ്പോൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെയും ക്യാഷ് ഡബിളാകും എന്ന് കരുതിയിട്ട് നമ്മൾ ഇത് മേടിക്കും. ഇത് മേടിക്കുമ്പം ഈ താഴെ 7 രൂപയ്ക്ക് മേടിച്ച ഈ ബിഗ് ഫിഷ് ഇവർ ഇത് വിൽക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർ വിൽക്കുന്ന ഇവരുടെ ഷെയറാണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു ബൾക്ക് വലിയ ക്വാണ്ടിറ്റി വിറ്റ് ഒഴിവാകുമ്പോഴത്തേനും പിന്നെ ഈ ഷെയർ താഴാൻ തുടങ്ങും. ഇങ്ങനെ താഴാൻ തുടങ്ങും. ഇത് ശകലം താന്നു കഴിഞ്ഞാൽ 1-2 സ്റ്റെപ്പ് അങ്ങ് താന്നു കഴിഞ്ഞാൽ പിന്നെ ബയ്യേഴ്സ് ഉണ്ടാകില്ല, പിന്നെ ഉള്ളി സെല്ലേഴ്സാണ്. ആ ഒരു സ്റ്റേജാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. ഇവിടെയൊക്കെ കുറേശ്ശെ ആൾക്കാർ വരുന്നുണ്ട്, സംശയം കൊണ്ട് ഇങ്ങനെ വന്ന് ഒക്കെ മേടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേപോലത്തെ ഈ സ്റ്റേജുകളിലാണ് ബിഗ് ഫിഷ് വീണ്ടും ഇത് വാങ്ങാൻ തുടങ്ങും. ഇവിടെ എത്തുമ്പോഴത്തേനും അവർ വീണ്ടും വാങ്ങും. 17 രൂപയ്ക്ക് അവർ വാങ്ങി വളരെ ഇത് ഹൈറ്റിലേക്ക് അവർ 17.2 ഇങ്ങനെ ഇതിനൊക്കെ വാങ്ങി ഇത് ഹൈറ്റിലേക്ക് ഇങ്ങനെ പോയി 28, 27, 29 ആ റേഞ്ചിൽ. ഓക്കെ, അത് താഴത്തെ ലെവലാണ്. ഓക്കെ, 28 തോന്നുന്നു, 28 ഇതിൻ്റെ ടോപ്പ്. ആ ടോപ്പിൽ എത്തിക്കഴിയുമ്പോഴത്തേനും വീണ്ടും SMS പാസ് ചെയ്യും. SMS എന്ന് പറഞ്ഞാൽ 1-2 ആഴ്ച കണ്ടിന്യൂസ് SMS അങ്ങ് പോകും. പലർക്കും SMS പോകും. അപ്പം ആൾക്കാരെല്ലാം നോക്കുമ്പോഴത്തേനും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുക, ഇവിടം തൊട്ട് ഇവിടം വരെ ഈ കമ്പനി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് വീണ്ടും ഉയരുമെന്ന് കരുതിയിട്ട് വീണ്ടും ആൾക്കാർ ഇവിടുന്ന് ബൾക്കായിട്ട് വാങ്ങാൻ തുടങ്ങും. അവരെല്ലാം വാങ്ങിക്കഴിയുമ്പോൾ പിന്നെ വാങ്ങാൻ ആളുണ്ടാകില്ല. ഈ വാങ്ങാൻ ആളുണ്ടാകാത്ത സമയത്താണ് ഇത് ഇവിടുന്ന് താഴേക്ക് ഇതാ ഓരോ ദിവസം 5% കുറഞ്ഞ് വരികയാണ്. അങ്ങനെ വന്ന് ഇത് ഇവിടുന്നൊക്കെ താഴേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇതിലാണ് ഞാൻ 27 രൂപയ്ക്ക് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില 22 രൂപ 20 പൈസയാണ്. അങ്ങനെ കുറഞ്ഞു. ഹ്യൂജ് ലോസാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കത് വിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിൽക്കാതെ തന്നെ അത് ഇട്ട് പിന്നെ വലിയൊരു എമൗണ്ടിന് ഞാൻ വാങ്ങിയില്ലായിരുന്നു. ഈ ഷെയർ ആദ്യമായിട്ട് ഉള്ളൊരു കമ്പനിയായിട്ട് വലിയൊരു എമൗണ്ടിന് വാങ്ങിയില്ല. ആദ്യമായിട്ട് ഈ കമ്പനീൻ്റെ വാങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ SMS ട്രാക്കുകൾ ഇതെന്താണ് സംഭവം എന്നുള്ളതിനൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഈ മേൽ പറഞ്ഞ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. ഇങ്ങനെ SMS ട്രാക്ക് വഴി നമ്മളെ പറ്റിക്കുക. നമ്മളൊരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ലോസ് ഉണ്ടായിട്ട് എനിക്ക് ആ ഷെയർ വിൽക്കാൻ പറ്റുന്നില്ല. അതെപ്പോൾ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ഈ താഴെ എത്തി എന്നെങ്കിലും ഇതിൻ്റെ ഈ ബിഗ് ഫിഷെല്ലാം വിറ്റുപോയി. ഒക്കെ ടോപ്പിലെത്തിയപ്പോഴത്തേനും അവരെല്ലാം വിറ്റുപോയി. ഇപ്പം അവരൊന്നുമില്ല. അവർ എൻട്രി ചെയ്യും കുറേ താന്ന് കഴിയുമ്പോൾ. ഇതേപോലത്തെ ഈ ലെവലിൽ നിന്നൊക്കെ ഈ ഒരു ലെവലിലേക്ക് താന്ന് കഴിയുമ്പോൾ അവർ വീണ്ടും എൻട്രി ചെയ്യും. അപ്പം എന്നെപ്പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുതുതായിട്ട് ഇറങ്ങി വന്ന ഇതിലൊക്കെ മേടിച്ച് കുടുങ്ങിയിരിക്കുന്നവർ ഇത് വിൽക്കും. ഇതെങ്ങനെയില്ല. അപ്പോഴത്തേനും കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോഴത്തേനും ഒരുപാട് ലോസാകും. ചിലപ്പോൾ 50%, ചിലപ്പോൾ 75-80% ഒക്കെ ലോസാകും. അതായത് 10,000 മുടക്കിയവർക്ക് ലാസ്റ്റ് 2,000 ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി മൊത്തം ലോസാകും. ആ ഒരു സ്റ്റേജിൽ ഇത് വിറ്റൊഴിവാക്കും. അങ്ങനെ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണാൻ പറ്റുമായിരിക്കും. നെറ്റ് സ്ലോ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതാണ് 4,53,282 പേര് വിൽക്കാൻ റെഡിയായി നിൽക്കുക പൊസിഷനിൽ. തീർച്ചയായിട്ടും നമുക്കറിയാം അത്രയും പേര് ഹൈ എമൗണ്ടിലാണ് വാങ്ങിയേക്കുന്നത്. SMS കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അവരുടെ പൈസ ബ്ലോക്കാക്കി കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വിൽക്കാൻ റെഡിയായി നിൽക്കുന്നത്. 4 ലക്ഷത്തി സംതിങ് ആൾക്കാർ ഇത് വിൽക്കാൻ റെഡിയായി നിൽക്കുക. പക്ഷേ ആർക്കും വേണ്ട, വാങ്ങാൻ ഒരാൾ പോലും ഇല്ല. ബയ്യേഴ്സിൻ്റെ സൈഡിൽ ഒരു മനുഷ്യൻ പോലും വാങ്ങാനില്ല. ഇത് കുറേ നാളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് SMS-ൻ്റെ പുറകെ പോകരുത്. ട്രസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്ന റെക്കമെൻഡേഷൻ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ കമ്പനി നമ്മൾ വെരിഫൈ ചെയ്യണം. അതിൻ്റെ ഫണ്ടമെൻ്റൽ ബാലൻസ് ഷീറ്റ് അങ്ങനെ കയറി നോക്കണം. നല്ല കമ്പനിയാണോ, മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയുണ്ട്, തുടർച്ചയായി കഴിഞ്ഞ വർഷങ്ങളിലും ഈ മാസങ്ങളിലും ഒക്കെ അത് ഗ്രോത്താണോ കാണിക്കുന്നത്
അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് താന്നു പോയാലും ഉയർന്നു വരാൻ സാധ്യതയുള്ളതാണോ, ടെക്നിക്കലും ഫണ്ടമെൻ്റൽ അനാലിസിസൊക്കെ വിശകലനം ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കമ്പനി വാങ്ങാൻ. നമുക്ക് അല്ലാതെ തന്നെ നല്ല പരിചയമുള്ള കുറേ കമ്പനികളുണ്ടല്ലോ, HDFC ബാങ്കും മാരുതി സുസുക്കിയും അത് MRF അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിനൊന്നും ഇങ്ങനത്തെ SMS വരാറില്ല, ഫ്രോഡായിട്ടുള്ള SMS വരാറില്ല. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് ക്യാപ്പാണോ ലോവർ ക്യാപ്പാണോ സ്മോൾ ക്യാപ്പാണോ, ഓക്കെ 225.47 ഇതിന് ഇത്രയെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത കമ്പനികളുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 225.47 കോടി മാത്രമുള്ള ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ്. അതായത് മൈക്രോ ക്യാപ്പ് എന്ന് പറയും. നമുക്കറിയാം 2000 താഴെയുള്ളതെല്ലാം മൈക്രോയാണ്. അപ്പോൾ 2000 എത്രയോ താഴെ 200. അപ്പോൾ എത്ര ഉള്ള EPS റേഷ്യോ ഒക്കെ 0, അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. ഇതിൻ്റെ ബുക്ക് വാല്യൂ തന്നെ 1.52 ആണ്. വളരെ ചെറിയ ബുക്ക് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ അത് ഉയർന്ന് ഇത്രയും ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു. പക്ഷേ ഇതിന് എപ്പോഴും ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യേഴ്സ് ഇതിൽ അപ്പിയർ ആകാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ബയ്യേഴ്സ് കാണുള്ളൂ. ബാക്കിയൊക്കെ ഉള്ളി സെല്ലേഴ്സ് ആയിരിക്കും. അതായത് ട്രാപ്പിൽ പെട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു കമ്പനി ഞാൻ ഇതേപോലെ കാണിച്ചു. ഇതുപോലെ മറ്റ് കമ്പനികളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനി ഞാൻ കാണിക്കാൻ എന്നാന്ന് കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിയതാണ്. നെറ്റ് ഇപ്പോൾ ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് കാണിക്കാൻ വരുന്നത്. ഞാനതൊക്കെ നോക്കി വെച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള എൻ്റെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അതുകൂടെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.